ചേട്ടോ സത്യത്തിൽ നമ്മളെ ഈ അമ്പലത്തിന് ചുറ്റുള്ള മരങ്ങളും തറകൾക്കൊക്കെ വലിയ ബന്ധമുണ്ട് അല്ലേ? പിന്നെ ഇല്ലാണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലവും ഇതിന് ചുറ്റുമുള്ള തേക്കിങ്ങാട് മൈതാനം അതിൻ്റെ അപ്പുറത്തുള്ള തൃശ്ശൂർ ടൗണും എല്ലാം കൂടി ചേർന്നാലാണ് തൃശ്ശൂർ പൂരം. എന്തുട്ടാ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങോട്ട് വാ, ഞാൻ എല്ലാം പറഞ്ഞുതരാം. സോണല്ലേ, ഓ ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ നിനക്ക്? ഏതാ സ്ഥലം? ഇതാണ് ശ്രീമൂലസ്ഥാനം. ആ എന്താ പ്രത്യേകത? ഈ ശ്രീമൂലസ്ഥാനത്താണ് തൃശ്ശൂർ പൂരത്തിന്റെ 8 ഘടകക്ഷേത്രങ്ങളും പാറമക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും എല്ലാവരും വന്ന് കൊട്ടിക്കലാശം നടത്തുന്ന സ്ഥലം. അപ്പോ ഇവിടെ നിന്ന പൂരം മുഴുവൻ കാണാം അല്ലേ? അതെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ പൂരവും കാണാം. അപ്പൊ ചേട്ടാ ഇവിടെ നിന്നാണ് നമ്മുടെ മടത്തിൽ വരവിന്റെ തുടക്കം അല്ലേ? അതെ, ഇവിടെയാണ് മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുക. അതായത് ആ പഞ്ചവാദ്യം കേൾക്കാനായിട്ട് എത്ര ദൂരത്തുനിന്ന് വരെ ആൾക്കാർ എത്തും, കാരണം അത്രയ്ക്ക് പ്രസിദ്ധമാണ്. പക്ഷെ ഇവിടെ അത്രയും ജനങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സംവിധാനം ചെയ്യല്ലേ? അതാണ് ആകെ ഒരു പ്രശ്നം. കാരണം ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം പോരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. പക്ഷേ മഠത്തിലേക്ക് വരികയാണ്, ബ്രഹ്മസ്വം മഠത്തിലേക്ക് രാവിലെ 7 മണിക്ക് തിരുവമ്പാടി ഭഗവതി അവിടെ നിന്ന് പുറപ്പെടും. ഇവിടെ എത്തി ഇറക്കി പൂജ കഴിഞ്ഞ് പിന്നെ ഈ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് ആ വടക്കുന്നാലിലേക്ക് എത്തുക. അവിടെ എത്തിയിട്ട് മേളം കൂടി കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുക. കുടമാറ്റത്തിന് പിന്നെ തെക്കോട്ടിറക്കത്തിനും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവുക. ചേട്ടങ്ങൾ എന്ത് കളിച്ചിക്കാതെ അടുത്ത പരിപാടി എന്നാ പറയും? അടുത്ത പരിപാടി എന്നിട്ടാ മടത്തിൽ വരവിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അതെ, ആ മടത്തിൽ വരവ് നടക്കണ അതേ സമയം തന്നെ ഇവിടെ പാറമക്കാവിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങും. 15 ആനപ്പുറത്ത് നേരെ വടക്കുന്നാലിലേക്ക് എത്തും. കാഴ്ച കാണേണ്ടത് തന്നെയാ. പൂരത്തിന് എത്തുന്ന പകുതി ആൾക്കാർ ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞാലാണ് നേരെ എലഞ്ഞിത്തറ മേളത്തിന് പോവുക. അത് കാണാനായിട്ട് വടക്കുന്നാലിന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുക ആൾക്കാര്. എലഞ്ഞിത്തറ മേളത്തിന്റെ കലാശം കഴിഞ്ഞിട്ട് പാറമക്കാവ് ഭഗവതി ടീമും ഇതിൽ കൂടെ ഒരു ഇറക്കുണ്ട്. ആ ഇറങ്ങി തന്നെ വരവ് എന്ന് പറഞ്ഞാൽ ഒരു രാജകീയ വരവാ. എന്തിനാ വരുന്നറിയോ? ഇവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ ആൾക്കാരെ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കായിരിക്കും. ഓ, അതിന്റെ നടുക്ക് നിന്ന് കുടമാറ്റം കാണാം. ചേട്ടാ ഇനിയിപ്പോ പരിപാടി ഞാൻ ആകെ വിഷമം. ഇവിടെ വെച്ചിട്ട് പൂരം തീരും. തിരുവമ്പാടി പാറമക്കാവ് ഭഗവതിമാര് ഈ സ്ഥലത്ത് വന്നിട്ടാണ് മുഖത്തോട് മുഖം നിന്നിട്ട് അടുത്ത കൊല്ലം കാണാന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ട് പൂരത്തിന് അവസാനമാണ്. അപ്പൊ ഇനി കാത്തിരിപ്പാണ്. അതെ, പിന്നെയുള്ള കാത്തിരിപ്പാ. അടുത്ത കൊല്ലം കാണാന്നുള്ള കാത്തിരിപ്പ്, അടുത്ത പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പ്. അല്ല